ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോയിലായിട്ട് വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വേറൊരു കാര്യമാണ് പഠിക്കാൻ. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം. അതായത് ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യമോ. സ്കൂള് മാറ്റി നമുക്ക് മാർക്കറ്റാക്കാം, ടെമ്പിളാക്കാം, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു അറ്റൻഡ് എ പാർട്ടി എന്നാക്കാം, ഐ ആം ഗോയിങ് ടു അറ്റൻഡ് എ മീറ്റിംഗ് എന്നാക്കാം. അങ്ങനെ പലതും നമുക്ക് ആക്കാം. ഐ ആം ഗോയിങ് ടു, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ നമുക്ക് സൗകര്യമുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ഐ ആമിൻ്റെ അർത്ഥം ആകുന്നു, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പോവുക ആവുന്നു, അതായത് പോയിക്കൊണ്ടിരിക്കുന്നു. ഈസ് ആർ, ഇത് വന്നാലും അത് തന്നെയാണ് മീനിങ്, ആകുന്നു. ഈസ് എന്ന് വെച്ചാലും ആകുന്നു എന്നാണ് മീനിങ്. ആർ എന്ന് വെച്ചാലും ആകുന്നു എന്ന് തന്നെയാണ് മീനിങ്. ARE. ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഹി, ഷീ, ഇറ്റ്, പിന്നെ ഒരാളിൻ്റെ പേര്, അങ്ങനെ വരുന്ന അവസരത്തിലെല്ലാം നമ്മൾ ഈസ് ഉപയോഗിക്കണം. അതായത് ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ജാം ഈസ് ഗോയിങ് ടു സ്കൂൾ, ഒരാളെ പേരായി. ഇനി ഇറ്റ് ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിലും അത് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, അപ്പോൾ ഒന്നാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് മൂവിങ് ടു, അത് ഒരിടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരാളാണെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കുക. ഇനി ഒന്നിൽ കൂടുതൽ വന്നാലോ ആർ ഉപയോഗിക്കുക. അതായത് യു, വി, ദേ. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ, വി നമ്മൾ, ദേ അവർ. ഇങ്ങനെ വരുന്ന അവസരത്തിൽ ആർ ഉപയോഗിക്കുക. ഇത്രയാണ് ഇതിൻ്റെ ബേസ്. ഇനി ദേ ആർ ഗോയിങ് ടു സ്കൂൾ, അല്ലെങ്കിൽ ദേ ആർ ഗോയിങ് ടു ടെമ്പിൾ. അവർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രയോഗം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മറ്റ് ക്രിയകളൂടെ നമുക്ക് നോക്കാം. സ്വിമ്മിങ്, ഐ ആം സ്വിമ്മിങ്, ഞാൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. ദെൻ വാക്കിംഗ്, ദേ ആർ വാക്കിംഗ്, അവർ നടന്നുകൊണ്ടിരിക്കുന്നു. ഹി ആണെങ്കിലോ ഹി ഈസ് വാക്കിംഗ്. ഇനി റണ്ണിങ്, ഓടിക്കൊണ്ടിരിക്കുന്നു. ടോക്കിംഗ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ ടോക്കിംഗ്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ റൈറ്റിംഗ്, ഹി ആണെങ്കിലോ ഹി ഈസ് റൈറ്റിംഗ്. നെക്സ്റ്റ്, പ്ലേ. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ എന്താണ് ചെയ്തത്, സാധാരണ ഒരു വെർബിൻ്റെ കൂടെ ഒരു ING കൂടെ ചേർത്തു. അങ്ങനെയാണ് ഈ ഫോം ഉണ്ടാക്കിയത്. ഇവിടെ ഞാൻ ING ചേർത്ത് എഴുതിയിട്ടില്ല, പ്ലേ. അപ്പോൾ എങ്ങനെ വരും, പ്ലേയിങ്. അപ്പോൾ സാധാരണ വെർബിൻ്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു സഹായത്തിനുള്ള കുറച്ച് ക്രിയകളും ഒക്കെയൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയാൻ പറ്റും. അപ്പോൾ ദേ ആർ പ്ലേയിങ്, ഹി ഈസ് പ്ലേയിങ്. ഈറ്റ്, തിന്നുക. ഹി ഈസ് ഈറ്റിംഗ്, അവൻ തിന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഷിവറിങ് അല്ലെങ്കിൽ ലുക്ക്, ഹി ഈസ് ലുക്കിംഗ്, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷിവറിങ്, SHIVERING, വിറയ്ക്കുക. ഷീ ഈസ് ഷിവറിങ്, അവൾ വിറച്ചുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഓഫ് കോൾഡ്, തണുപ്പ് കാരണം അവൾ വിറച്ചുകൊണ്ടിരിക്കുന്നു. വാഷിംഗ്, കഴുകിക്കൊണ്ടിരിക്കുന്നു. അതും നമുക്കറിയാം. ഇനി ഈ വാക്ക് സെറ്റിംഗ്, SWEATING, സെറ്റിംഗ്. സെറ്റർ നമുക്കറിയാം അല്ലേ. സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർക്കുക, അവർ വിയർത്തുകൊണ്ടിരിക്കുന്നു. സെറ്റിംഗ്, വിയർത്തുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ. അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കാര്യമാണ്. സോ പ്രസൻറ്റ്, തുടർച്ചയായി നടക്കുന്ന കാര്യമാണ്. സോ കണ്ടിന്യൂസ്. സോ ഇറ്റ് ഈസ് ടെക്നിക്കലി കാൾഡ് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് വിളിക്കാം. ആ പേരറിഞ്ഞില്ലെങ്കിലും ഇത് ഉപയോഗിക്കാൻ പഠിക്കുക. ഇനി ഈ ING ചേർത്തുള്ള, ഈ വെർബിൻ്റെ കൂടെ ING ചേർത്തുള്ള രൂപത്തിനെ തന്നെ വേറെ ഷോർട്ടായിട്ട് വേറെ രീതിയിൽ ഉപയോഗിക്കും. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. സ്വിമ്മിങ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ, സ്വിമ്മിങ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്താണ്, നീന്തൽ മത്സരം. റണ്ണിങ് കോമ്പറ്റീഷൻ, ഈറ്റിംഗ് കോമ്പറ്റീഷൻ, പിന്നെ
വേറൊന്ന് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ എന്താണ്? വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ. അപ്പം ഇങ്ങനെയും ഇതിന് ഷോർട്ടായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഇത് കൂടാതെ വേറൊന്നുകൂടെ പറയാം. റണ്ണിങ് ട്രെയിൻ ഇതെന്ന് വെച്ചാൽ എന്താണ്? ഒരു മത്സരമോ ഒന്നുമല്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റണ്ണിങ് ട്രെയിൻ. ഈ ഒരു ടാപ്പുണ്ട്, നമ്മളെ വാട്ടർ ടാപ്പ്. റണ്ണിങ് ടാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടാപ്പ്. ഇനി നമ്മളെ മൂക്കലിപ്പിനും സാധാരണ, അതായത് നമ്മളെ ജലദോഷത്തിനും നമ്മൾ പറയാറുണ്ട് റണ്ണിങ് നോസ്. അപ്പം ഇങ്ങനെയൊക്കെ ഇത് പ്രയോഗിക്കുക. ഇപ്പം ബേസായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? സാധാരണ വെർബിൻ്റെ കൂടെ ING ചേർക്കുക. എന്നിട്ട് ഒരാളാണെങ്കിൽ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ I ആണെങ്കിൽ ആം ഉപയോഗിക്കുക. അല്ലാത്ത കേസുകളിൽ ഒറ്റയാളിൻ്റെതാണെങ്കിൽ, സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആർ ഉപയോഗിക്കുക. ഇത്രയുമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം നമുക്ക് ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനായി പഠിച്ചു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഫ് പോസിബിൾ subscribe my channel and support me. This is Srikumar signing off. Until meet again with another interesting video.